നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ കൂളൻ്റ് ഫില്ല് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ കൂളൻ്റ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞ് പുതിയ കൂളൻ്റ് ഫില്ല് ചെയ്തതിന് ശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്കും കൂളൻ്റിൻ്റെ കളർ മാറി വെറും വെള്ളത്തിൻ്റെ കളറാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നത് ശ്രീനാഥാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രീനാഥ് 767 ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: കൂളൻ്റ് ഒഴിച്ചിട്ട് 2 മാസമൊക്കെ കഴിയുമ്പോൾ പച്ച വെള്ളത്തിൻ്റെ കളറാകുന്നു, എങ്ങനെ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കംപ്ലൈൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേൾക്കുന്ന ആർക്കും ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് തന്നെ തോന്നും. എനിക്കും സത്യം പറഞ്ഞാൽ ആദ്യം ഇത് തോന്നി. ശരിക്കും ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂളൻ്റ് മിക്സ് ചെയ്യുന്നതിന് ഒരു റേഷ്യോ ഉണ്ട്. അതായത് ഓരോ വാഹനത്തിലും കൂളൻ്റ് ഫില്ല് ചെയ്യുന്നതിൻ്റെ ഒരു റേഷ്യോ, പെർട്ടിക്കുലർ ആയിട്ടുള്ള റേഷ്യോസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഡീസൽ വാഹനമാണെങ്കിൽ 50-50 ആണ് വരുന്നത്. അതായത് 50% കൂളൻ്റും 50% വാട്ടറും. അതായത് ഒരു 6 ലിറ്റർ കൂളൻ്റ് കപ്പാസിറ്റി ഉള്ളൊരു വാഹനത്തിലാണെങ്കിൽ അതിൽ 3 ലിറ്റർ വെള്ളവും, അതായത് ഡിസ്റ്റിൽഡ് വാട്ടറും 3 ലിറ്റർ ഡിസ്റ്റിൽഡ് വാട്ടറും 3 ലിറ്റർ സാധാരണ കൂളൻ്റും, അല്ലെങ്കിൽ ആ ഒരു വാഹനത്തിൽ ഡീസൽ വാഹനത്തിന് പറ്റുന്ന ഗ്രീൻ കളർ കൂളൻ്റുമാണ് യൂസ് ചെയ്യേണ്ടത്. പെട്രോൾ വാഹനത്തിലാണെങ്കിൽ 70:30 ആണ് വരുന്നത്. അതായത് ഒരു 70% വാട്ടറും 30% ആണ് കൂളൻ്റ് വരുന്നത് പെട്രോൾ വാഹനത്തിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്നൊരു കണക്ക് അല്ലെങ്കിൽ ഈ പറയുന്നൊരു റേഷ്യോ കൃത്യമായിട്ട് തന്നെ നമ്മൾ വാഹനത്തിൽ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അതായത് അപ്പോൾ ഇത് കുറച്ച് പേരെങ്കിലും ചോദിക്കാമായിരിക്കും, ആദ്യം നമുക്ക് ഡിസ്റ്റിൽ വാട്ടർ ഫില്ല് ചെയ്തിട്ട് പിന്നെ കൂളൻ്റ് ഒഴിച്ചു കൊടുത്താൽ പോരെ? ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. കൂളൻ്റ് നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് പുറത്ത് വെച്ച് തന്നെ, അതായത് ഒരു ബക്കറ്റിലോ അല്ലെങ്കിൽ ഒരു ബോട്ടിലോട്ട്, നല്ല ഇച്ചിരി വലിയൊരു ബോട്ടിലോട്ട് നമ്മളിത് മിക്സ് ചെയ്യണം. അതായത് കൂളൻ്റും ഡിസ്റ്റിൽഡ് വാട്ടറും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ വാഹനത്തിൻ്റെ റേഡിയേറ്ററിലോട്ട് ഫില്ല് ചെയ്യാവുള്ളൂ. അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും കൃത്യമായിട്ടുള്ള രീതി, അല്ലെങ്കിൽ ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള രീതി അത് തന്നെയാണ്. ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്, ആദ്യം കൂളൻ്റ് ഫില്ല് ചെയ്യും, അതിൻ്റെ പുറകെ ഡിസ്റ്റിൽഡ് വാട്ടർ ഫില്ല് ചെയ്യും. ശരിക്കും അതിൻ്റെ മിക്സിങ് അന്നേരം പ്രോപ്പർ ആകില്ല. ഒരു കാരണവശാലും അത് പ്രോപ്പർ ആകാതെ വരും. അങ്ങനെയൊക്കെ പ്രോപ്പർ ആകാതെ വരുന്നതും ഡിസ്റ്റിൽഡ് വാട്ടർ കൂടി പോകുന്നതും കൂളൻ്റ് കുറഞ്ഞു പോകുന്നതൊക്കെ ഒരു കാരണം തന്നെയാണ്. അതായത് ആദ്യം നമ്മൾ ഒഴിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഇത് സർക്കുലേഷൻ നടക്കുന്നില്ല. അങ്ങനെ സർക്കുലേഷൻ നടക്കാതെ വരുമ്പോൾ ഇതിൻ്റെ കളറ് പ്യുവർ കൂളൻ്റിൻ്റെ കളർ തന്നെയായിരിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ കൂളൻ്റ് ഡിസ്റ്റിൽഡ് വാട്ടറും കൂടെ ഒക്കെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കൂളൻ്റ് റേഷ്യോ വളരെ കുറവാണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് വെള്ളത്തിൻ്റെ കളർ, അല്ലെങ്കിൽ ഒരു പ്ലെയിൻ വാട്ടറിൻ്റെ കളറേ നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ പറഞ്ഞൊരു പ്രോബ്ലം കാണിക്കുന്നത്. പിന്നെ ഒരു കാരണവശാലും ഡിസ്റ്റിൽഡ് വാട്ടർ അല്ലാതെ പച്ചവെള്ളം, അതായത് നമ്മുടെ സാധാരണ ടാപ്പ് വാട്ടർ അല്ലെങ്കിൽ സാധാരണ മിനറൽ വാട്ടർ ഒഴിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം, ഡിസ്റ്റിൽഡ് വാട്ടറിന് പകരം നമ്മൾ കൂളൻ്റിനകത്ത് സാധാരണ വെള്ളം ഒഴിച്ചാലും അതിനകത്ത് കെമിക്കൽ റിയാക്ഷൻ പോലെ, അല്ലെങ്കിൽ ഇതിനകത്തുള്ള മിനറൽസിൻ്റെ അംശം കൊണ്ട് പ്രോബ്ലംസ് വന്ന് നാളെ ഒരു സമയത്ത്, ഇപ്പോൾ ഉടനെ വരുമെന്ന് ഞാൻ പറയുന്നില്ല, പതുക്കെ ചെളിയുടെ അംശം ഇതിനകത്ത് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ചെളി വരുന്നത് മിനറൽസ് തന്നെയാണ്. അങ്ങനെ ഈ മിനറൽസ് ഇതിനകത്ത് ഇരുന്ന് ചെളിയായി പ്രശ്നം മുമ്പോട്ട് നമുക്കൊരു പ്രോബ്ലമായി നമ്മുടെ വാഹനത്തിൻ്റെ കൂളൻ്റ് സർക്കുലേറ്റ് ചെയ്യുന്ന സിസ്റ്റം ബ്ലോക്ക് ആകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ റേഡിയേറ്ററിൻ്റെ ഫിൻസൊക്കെ വളരെ ചെറുതാണ്. ഈ ചെറിയ ഫിൻസിനകത്തൂടെയാണ്, അല്ലെങ്കിൽ ചെറിയൊരു പൈപ്പിനകത്തൂടെയാണ് ഈ കൂളൻ്റ് താഴോട്ട് പോകുന്നത്. അത് കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു റേഡിയേറ്റർ ഫുള്ള് പൊളിക്കുന്ന ഒരു വീഡിയോയും കൂടെ ഇവിടെ ഇട്ടേക്കാൻ, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ഇടുക.